ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലോഗ് സിഗ്നൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് 4 to 20 മില്ലി ആംസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു VFD റൺ ചെയ്യുന്നതിൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് PLC വഴിയാണ് ചെയ്യുന്നത്. S7-200 സ്മാർട്ട് എന്ന് പറയുന്ന സീമെൻസിൻ്റെ PLC ആണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻപുട്ട് ഓൺ ആകുമ്പോൾ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ VFD റൺ ആകും. അതാണ് നമ്മുടെ ലോജിക്ക്. അതായത് പെർട്ടിക്കുലർ 4 to 20 മില്ലി ആംസ്, അതായത് 4 മില്ലി ആംസ്, 12 മില്ലി ആംസ്, അങ്ങനെ ഡിഫറെൻറ്റ് മില്ലി ആംസ് നമ്മൾ VFDയിലേക്ക് ഇൻപുട്ടായി കൊടുക്കുകയും അതിന് ബേസ് ചെയ്തുകൊണ്ട് VFD ആ സെർട്ടൈൻ ഫ്രീക്വൻസിയിൽ റൺ ചെയ്യുന്നതുമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ PLC ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് സീമെൻസിൻ്റെ S7-200 സ്മാർട്ട് എന്ന് പറയുന്ന PLC ആണ്. അതേപോലെ ഒരു ഡിജിറ്റൽ മൊഡ്യൂൾ നമ്മൾ ആഡ് ഓൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ അനലോഗ് ഔട്ട്പുട്ട് മൊഡ്യൂളും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും തന്നെ മൊഡ്യൂൾസിൻ്റെ വയറിംഗ് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് PLC ST30 ആണ് എടുത്തിരിക്കുന്നത്. ST30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 ഔട്ട്പുട്ടും 18 ഇൻപുട്ടുമാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ നമ്മളൊരു ഡിജിറ്റൽ ആഡ് ഓൺ ആയിട്ട് ഒരു DT16ൻ്റെ ഒരു ഡിജിറ്റൽ മൊഡ്യൂൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ അനലോഗ് ഔട്ട്പുട്ട് മൊഡ്യൂളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻപുട്ട് ഓൺ ആകുമ്പോൾ, അതായത് ഒരു 5 ഇൻപുട്ട് ഉണ്ട്, ആ 5 ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് സെർട്ടൈൻ ഫ്രീക്വൻസിയിൽ VFD റൺ ആവുന്നതാണ് നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അനലോഗ് ഔട്ട്പുട്ട് മൊഡ്യൂൾ എടുത്തിട്ടുണ്ട് AD02 എന്ന്. അതിന് 0-ഉം 1M എന്ന് പറയുന്ന ടെർമിനൽ ഉപയോഗിച്ച് നമ്മൾ അനലോഗ് ഔട്ട്പുട്ട് നേരെ TVയിലേക്ക് കൊടുത്ത് TVയിൽ നിന്ന് നേരെ VFDയിലേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. VFDയുടെ ടെർമിനൽ 55-ഉം 60-ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡാൻഫോഴ്സിൻ്റെ FC051 എന്ന് പറയുന്ന VFDയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻപുട്ടും ഇവിടെ ഓൺ ആകുന്നതിനനുസരിച്ചിട്ട്, അതായത് ആദ്യത്തെ ഇൻപുട്ട് ഓൺ ആകുന്ന സമയത്ത് ഒരു ഫ്രീക്വൻസിയും രണ്ടാമത്തെ ഇൻപുട്ട് ഓൺ ആകുന്ന സമയത്ത് അടുത്ത ഫ്രീക്വൻസിയിലും ഇത് റൺ ആവും. അതാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വന്നിട്ട് 12 ഹെർട്സിലാണ് റൺ ആവുന്നത്. അടുത്ത ഇൻപുട്ട് ഓൺ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് 24-25 ആ ഒരു ഹെർട്സിലേക്ക് റൺ ആവും. പിന്നെ മൂന്നാമത്തെ ഇൻപുട്ട് ഓൺ ആകുന്ന സമയത്ത് 37-38 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ VFD റൺ ആവും. അടുത്തത് 50 ഹെർട്സിൽ റൺ ആവും. അങ്ങനെ നമ്മൾ 5 ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ VFDയുടെ ഹെർട്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് 4 to 20 മില്ലി ആംസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ഇൻപുട്ട് ഓൺ ആകുമ്പോഴും അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു 4 to 20 മില്ലി ആംസ്, അതായത് എക്സാമ്പിൾ 8 മില്ലി ആംസ്, 12 മില്ലി ആംസ്, 13 മില്ലി ആംസ്, 15 മില്ലി ആംസ്, അങ്ങനെ അപ് ടു 20 മില്ലി ആംസ് വരെയൊക്കെയാണ് ഇതിനകത്ത് ഫീഡ് ആവുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതെല്ലാം ഈ PLCക്കകത്ത് നമ്മൾ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. ലാഡർ ലോജിക്കിൽ നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഈ പറയുന്ന PLCക്കകത്ത് പ്രോഗ്രാം മാറ്റാവുന്നതാണ്. പിന്നെ കണക്ഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻപുട്ട് സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 0 to നമ്മൾ ഏകദേശം ഒരു 12 ഔട്ട്പുട്ട്, അതായത് 10ഓളം ഇൻപുട്ട് നമ്മളിവിടെ ഔട്ട്പുട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സൈഡിലോട്ട് വരികയാണെങ്കിൽ 18 ഇൻപുട്ട് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആവശ്യാനുസരണം മാത്രം ഇത് ഏതൊക്കെ ഇൻപുട്ട് എപ്പോൾ ഓൺ ആവണം എന്നുള്ളത് പ്രോഗ്രാം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ധാരാളം IOs കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 4 to 20 മില്ലി ആംസ് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് VFDയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യാനുസരണം പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ PLCക്കകത്താണ് നമ്മളെ ലാഡർ ലോജിക്കിൽ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച് നമുക്ക് ഇൻപുട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുറഞ്ഞ സമയത്ത് നമുക്ക് മാക്സിമം ഇൻപുട്ട് നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഇതിനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.